2008 2009 ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നിയമസഭയിൽ കൊടുത്ത കണക്കനുസരിച്ച് 3000 ആന ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇന്നത് 8000 ആനയുണ്ട്. ഈ നിസാര വർഷം കൊണ്ട് 5000 ആനകൾ കൂടിയിട്ടുണ്ടെങ്കിൽ ഈ ആനയ്ക്കൊക്കെ നിൽക്കാൻ ഇവിടെ ഇടയില്ല. ഇന്ന് ഈ ലോകം ഇത്ര ടെക്നോളജി ഭയങ്കരമായിട്ട് വികസിച്ചിരിക്കുന്നതാണ്. ഇപ്പോഴും പ്രാകൃതമായ രീതി എന്ന് വേണമെങ്കിൽ പറയും. ഈ ചങ്ങാടത്തേൽ ഈ കഴ കൊണ്ട് ഊന്നി ഇക്കരെ കടന്ന് വരിക. ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ നമ്മുടെ ആത്മസ്ഥിതി അന്നത്തെ കണക്ക് പ്രകാരം ഒരു 60-80 വീട്ടുകാരുടെ കണക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. പക്ഷേ അവരാരും ഇപ്പോൾ ഇവിടെ ഇല്ല. എറണാകുളം ജില്ല സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ജില്ലയാണെന്നും പറഞ്ഞ് അന്നത്തെ മുഖ്യമന്ത്രി അവാർഡ് കൊടുത്തു. പക്ഷേ അന്നും ഈ പറയുന്ന കുടികളിൽ ഏകദേശം 2000-ഓളം കുടുംബങ്ങളിൽ വൈദ്യുതി എത്തിയിട്ടില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 24% വനം ഉണ്ടായിരുന്നത് ഇപ്പോൾ 29.5% വനമുണ്ട് കേരളത്തിൽ. അത് 33% ആക്കാനുള്ള പരിശ്രമമാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഗവൺമെൻറ് ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ഇതൊക്കെ ശാസ്ത്രീയമായി മനുഷ്യനെ വട്ടം കറക്കുന്ന രീതിയിലുള്ള പഠനങ്ങളും ക്രമീകരണങ്ങളും നടത്തിയ ആളുകളെ ഒരു സൈസ് വിഡ്ഢികളാക്കുകയാണ്. ഇതിനെ എതിർക്കാൻ ആരുമില്ല. പക്ഷേ ഒന്നാം സ്ഥാനം നമ്മൾ മനുഷ്യർക്ക് കൊടുക്കുക. മനുഷ്യനുണ്ടെങ്കിൽ ഇതൊക്കെ നിലനിർത്താനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങളെ കൊണ്ട് നിലനിർത്താൻ പറ്റുമോ? ഇല്ല. ഗുഡ്നസ് ന്യൂസിൻ്റെ ഈ ഒരു പരമ്പരയുടെ ലക്ഷ്യം തന്നെ നിങ്ങളുടെ വേദനിക്കുന്ന ഈ കർഷകൻ്റെ മലയോര ജനതകളുടെ ആവശ്യം അത് സർക്കാരിൻ്റെ മുമ്പിലും ലോകം മുഴുവനും ഇത് കാണാതെ അല്ലെങ്കിൽ മനഃപൂർവ്വം കാണിക്കാതിരിക്കുന്ന കുറേ ആൾക്കാർ ഒരു ഇതുണ്ട്. അത് ലോകം മുഴുവൻ കാണിക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം. മറ്റൊരു കാര്യം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു വെച്ച് ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ നിങ്ങളെയൊക്കെ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിച്ച് അല്ലെങ്കിൽ ഇതെല്ലാം ഒന്ന് കാടാക്കി മാറ്റാം അങ്ങനെ വല്ല നിഗൂഢ ലക്ഷ്യങ്ങൾ നടക്കുന്ന പോലെ തോന്നുന്നു. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് അതുപോലെ ഒരു അണ്ടർഗ്രൗണ്ട് പരിപാടി നടക്കുന്നുണ്ട്. തട്ടേക്കാട് അക്കരെ ഭാഗത്ത് പല ചെറിയ വീടുകളെ സമീപിച്ച് 5 ലക്ഷം രൂപ മേടിച്ചിട്ട് അവരെ ഒഴിവാക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് 15 ലക്ഷം രൂപ വരെ കൊടുക്കുന്നതാണ് പറയണത്. ഇപ്പോൾ 2 ഏക്കർ 3 ഏക്കർ റബ്ബർ പ്ലാന്റ് ഉള്ള ഒരാൾക്ക് ഈ 15 ലക്ഷം രൂപ കൊണ്ട് ഒഴിവായി പോകാൻ പറ്റില്ല. പട്ടയുള്ള ഭൂമിയാണെങ്കിലും ഇപ്പോൾ അവർ ആ രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എന്നോട് ഇങ്ങനെ ഈ ചങ്ങാടത്തിൽ വരുന്നത് ഇന്ന് ഈ ലോകം ഇത്ര ടെക്നോളജി ഭയങ്കരമായിട്ട് വികസിച്ചിരിക്കുന്നതാണ്. ഇപ്പോഴും പ്രാകൃതമായ രീതി എന്ന് വേണമെങ്കിൽ പറയും. ഈ ചങ്ങാടത്തിൽ ഈ കഴ കൊണ്ട് ഊന്നി ഇക്കരെ കടന്ന് വരിക. ഞാനൊരു 28 വർഷമായി ഇവിടെ സ്ഥലം വാങ്ങിച്ച് വരുമ്പോൾ അന്ന് ഒരു വഞ്ചിയലാണ് ഇപ്പുറം കടന്നുകൊണ്ടിരുന്നത്. 28 വർഷം കൊണ്ട് ഒരു വഞ്ചിയിൽ നിന്ന് ഒരു ചങ്ങാടത്തിൻ്റെ പുരോഗതി മാത്രമേ ഈ ഭാഗത്തേക്ക് ഉണ്ടായിട്ടുള്ളൂ. ഈ കല്ലേരിമേട് മാത്രമല്ല, ഈ ഭാഗത്ത് കുഞ്ചിപ്പാറയുണ്ട്, തലവച്ചപ്പാറയുണ്ട്, ഉറിയംപെട്ടിയുണ്ട്, ഇങ്ങനെ വാരിയുണ്ട്, തേരയുണ്ട്. ഒത്തിരി വളരെയധികം കുടികളുണ്ട് ഇവിടെ. പിന്നെ മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ 2 തരത്തിൽ ഗവൺമെൻറ് കാണുന്നു. അതിൻ്റെ ഉദാഹരണമാണ് ആദിവാസി കുടികളിൽ കറണ്ട് കൊടുക്കാം. ഈ റോഡിൽ കൂടെ പോകുന്ന കറണ്ട് ഇവിടുത്തെ 200 വീട്ടുകാർക്ക് ഗവൺമെൻറ് കൊടുക്കില്ല. എറണാകുളം ജില്ല സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ജില്ലയാണെന്നും പറഞ്ഞ് അന്നത്തെ മുഖ്യമന്ത്രി അവാർഡ് കൊടുത്തു. പക്ഷേ അന്നും ഈ പറയുന്ന കുടികളിൽ ഏകദേശം ഒരു 2000-ഓളം കുടുംബങ്ങളിൽ വൈദ്യുതി എത്തിയിട്ടില്ല. ഇന്നും ഈ കല്ലേരിമേട്ടിൽ എത്തിയിട്ടില്ല. മനുഷ്യർ 2 തരത്തിലുള്ള പൗരന്മാരാക്കിയാണ് ഇവർ കാണുന്നത്. ഇത് രാഷ്ട്രീയ നേട്ടമാണ് എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ പട്ടയം കൊടുക്കാമെന്ന് പറഞ്ഞു. എല്ലാ ഇലക്ഷൻ വരുമ്പോൾ മാത്രം പട്ടയം ഇപ്പോൾ തരാം എന്ന് പറഞ്ഞ് ഒരു ബോർഡൊക്കെ വെച്ച് ഒരു പ്രഹസനം നടത്തും, കുറേ ആപ്ലിക്കേഷൻ വാങ്ങിക്കും. അതല്ലാതെ ഇവിടെ പട്ടയത്തിൻ്റെ യാതൊരു പരിപാടികളും ഇവർ തരില്ല. ഇതുവരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഈ ഭൂമി കൈമാറിയിട്ടില്ല. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കൈമാറിയാൽ മാത്രമാണ് ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി ഓരോരുത്തർക്ക് പട്ടയം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതെല്ലാം ഗവൺമെൻറ് ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. അതാണ്. പിന്നെ ഇവിടെ മുമ്പ് പറഞ്ഞതുപോലെ ഞാൻ വരുന്ന കാലത്തൊന്നും ഇവിടെ ഒരു കാട്ടുമൃഗങ്ങളുമില്ല. എല്ലാ വീടുകളിലും തോക്കുണ്ട്. ആ തോക്കൊക്കെ കാലാകാലങ്ങളിൽ ഫോറസ്റ്റുകാർ വന്ന് പിടിച്ച് അവരുടെ പേരിൽ കേസ് എഴുതി ഇന്നും കേസ് തീരാതെ കിടക്കുന്നു. ആ തോക്ക് പോയതോടുകൂടി വന്യമൃഗങ്ങൾ എല്ലാം ഇങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. കല്ല് വെച്ച് എറിഞ്ഞാൽ ആന പോവില്ല. ഇപ്പം പണ്ട് മനുഷ്യൻ്റെ സൗണ്ട് കേട്ടാൽ ഓടുന്ന ആന ഇപ്പോൾ മനുഷ്യൻ്റെ സൗണ്ട് ആനയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓടണം. വീട്ടിൽ കയറി വീട് പൊളിക്കുന്നു. ആ രീതിയിൽ അതിരൂക്ഷമായ വന്യമൃഗശല്യമാണ് ഇവിടെ നിലവിലുള്ളത്. ഒരാളെ കൊന്ന 302 വെക്കും.
എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ആന കൊന്നാൽ അതൊരു വിഷയമില്ല, 10 ലക്ഷം രൂപ കൊടുക്കുന്നത്. അത് എന്തുമാത്രം ഒച്ചപ്പാടുണ്ടാക്കിയാലേ 10 ലക്ഷം. അത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. MACT കോടതി, അതായത് ആക്സിഡൻറ്റ് ക്ലെയിം പോലെ തന്നെ ചെയ്യേണ്ട കാര്യമാണ് ഈ മൃഗം ആളുകളെ കൊല്ലുന്നതിൻ്റെ കാര്യത്തിൽ. ഓരോ മനുഷ്യൻ്റെ ജീവിതം, അല്ല ചെറുപ്പം, പ്രായം, അവനാണ് കുടുംബം, അതൊക്കെ ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ട കാര്യമാണ് ആക്സിഡൻറ്റ് ക്ലെയിം. അത് MACT പോലെ തന്നെ ഓരോ ക്ലെയിമും ഇവിടെ ഉണ്ടാകണം. അതായത് ഈ വന്യമൃഗം ആളുകളെ കൊല്ലുന്നത്, അതാണ് ഏറ്റവും വലിയ. നിയമത്തിൻ്റെ അകത്ത് ഭയങ്കരമായി മാറ്റം വരുത്തേണ്ടതുണ്ട്. നിയമം വെച്ചിട്ട് കോടതി അതനുസരിച്ച് ചെയ്യും. ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ കാർബൺ ഫണ്ട് കോടികൾ വേണം ഇവിടെ വരുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് കണക്ക് കൂട്ടുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ വീതം വെച്ചെടുക്കുന്നു, ഉദ്യോഗസ്ഥന്മാർ വീതം വെച്ചെടുക്കുന്നു. ആരാണ് കാർബൺ ഫണ്ട് എന്ന് വെച്ചാൽ, അതായത് ഹരിതക ഇവിടെ നിർമ്മിക്കുന്നത് ഇവിടുത്തെ കൃഷിക്കാരനാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 24% വനം ഉണ്ടായിരുന്നത് ഇപ്പോൾ 29.5% വനമുണ്ട് കേരളത്തിൽ. അത് 33% ആക്കാനുള്ള പരിശ്രമമാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സ്ഥലം, 54% ഹരിതകം നിൽക്കുന്ന സ്ഥലമാണ് കേരളം. നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ മാത്രമേ വനമില്ലാതുള്ളൂ. പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാൻ അവിടെ പോയപ്പോൾ അവിടെയും ശരിക്കും മരമൊക്കെ വെച്ച ആൾക്കാർ, കൃഷിക്കാരൻ സംരക്ഷിക്കുന്നുണ്ട്. വനം ഹരിതകം ഇവർ പറഞ്ഞ് പഠിപ്പിക്കുന്ന നമ്മളോട് ചെറുപ്പം പോലെ 1ാം ക്ലാസ്സിലും അതിന് താഴെയും പറഞ്ഞു പഠിപ്പിക്കുന്നത് ഓക്സിജൻ മുഴുവൻ വരുന്നത് മരത്തിൽ നിന്നാണ്. ഓക്സിജൻ വെറും 10% മാത്രമാണ് ഹരിതകത്തിൽ നമുക്ക് കിട്ടുന്നത്. ബാക്കി 90% കടലിൽ നിന്നാണ് ഓക്സിജൻ മനുഷ്യന്. വനമില്ലാത്തടത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ മഴ പെയ്യരുതല്ലോ. കടലിൽ മഴ പെയ്യുന്നുണ്ട്, മരുഭൂമി മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ശാസ്ത്രീയമായി മനുഷ്യനെ വട്ടം കറക്കുന്ന രീതിയിലുള്ള പഠനങ്ങളും ക്രമീകരണങ്ങളും നടത്തിയ ആളുകളെ ഒരു സൈസ് വിട്ടികളാക്കുകയാണ്. ഇതിനെ എതിർക്കാൻ ആരുമില്ല, പ്രത്യേകിച്ചും മലയാളികൾ. മറ്റുള്ള സ്റ്റേറ്റിലാണെങ്കിൽ ഒരു ആന ഒരാളെ ഓടിച്ചാൽ, കടുവ ഓടിച്ചാൽ ആ പഞ്ചായത്തിലുള്ള ആ ജില്ലയിലുള്ളവർ ഒന്നിച്ചു കൂടും. നമ്മുടെ മലയാളിക്ക് ഞാനും എൻ്റെ കുടുംബം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇവിടങ്ങളിൽ ഇതുപോലുള്ള സ്ഥലത്തും അത് തന്നെ ഉണ്ടാകുന്നത്. അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. എതിർക്കുക എന്ന് പറഞ്ഞാൽ നിയമം പേടിപ്പിക്കുന്നുണ്ട്, അതാണ് പ്രശ്നം. നിയമം നമ്മൾക്കെതിരെയല്ല, മനുഷ്യനാണ് 1ാം സ്ഥാനം കൊടുക്കേണ്ടത്. ബാക്കി ഒരു വസ്തുവിനല്ല, മനുഷ്യന് 1ാം സ്ഥാനം കൊടുക്കുക. മൃഗത്തിനൊക്കെ അത് കഴിഞ്ഞ് 4, 5, 6ാം സ്ഥാനത്ത് കൊടുത്താൽ മതി. അതാണ് ചെയ്യേണ്ടത്. അതിനുള്ള നിയമം ഉണ്ടാകണം, അതിന് ഉള്ള പരിശ്രമം ഉണ്ടാകണം. അതാണ് മനുഷ്യനെ ഇവിടെ നിൽക്കണമെങ്കിൽ. കൃഷിക്കാരനില്ലെങ്കിൽ ഒന്നുമില്ല. ഇവർ പറയുന്ന ഹരിതകം നിൽക്കണമെങ്കിൽ കൃഷിക്കാരൻ നിൽക്കണം, വനം മാത്രം നിന്നാൽ പോരാ. ഇപ്പോൾ ഈ ഇവർ നമ്മളെ പഠിപ്പിക്കുന്നതുകൊണ്ട് വനം ഉണ്ടായിട്ടൊന്നുമല്ല ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. ഭൂമിയും സൂര്യനും തമ്മിൽ ഓരോ വർഷവും കുറച്ച് അടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെ ചൂട് കൂടുന്നു. ചൂട് കൂടുമ്പോൾ പ്രശ്നങ്ങൾ കൂടുന്നു. അതാണ് അടിസ്ഥാനം, അതാണ് ശാസ്ത്രീയപരമായ അടിസ്ഥാനം. അതൊന്നും അവർ പറയുന്നില്ല. മരം മുഴുവൻ പോയതുകൊണ്ടാണ് ഇത് കേൾക്കുന്ന കുറേ ആൾക്കാരെ ടൗണിലിരിക്കുന്നവർക്ക് മരം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ മൊത്തം നശിച്ചു. അവർ മരം വെക്കത്തില്ല. ലോക ക്രമം അനുസരിച്ച് അല്ലെങ്കിൽ ലോക നിയമം അനുസരിച്ച് ഒരാനയ്ക്ക് 25 ചതുരശ്ര ഹെക്ടർ സ്ഥലം വേണം. നമ്മുടെ കേരളത്തിലെ വനത്തിൻ്റെ വിസ്തൃതി അനുസരിച്ച് 1000 താഴെ ആനയ്ക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അതിനുള്ള ഇടയേ ഉള്ളൂ, അതിനുള്ള സംവിധാനമേ ഉള്ളൂ. 2008-2009 ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നിയമസഭയിൽ കൊടുത്ത കണക്കനുസരിച്ച് 3000 ആന ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇന്നത് 8000 ആനയുണ്ട്. ഈ നിസാര വർഷം കൊണ്ട് 5000 ആനകൾ കൂടിയിട്ടുണ്ടെങ്കിൽ ഈ ആനയ്ക്കൊക്കെ നിൽക്കാൻ ഇവിടെ ഇടയില്ല. ഒന്നുമല്ല ഇവർ ഇതിനെ പിടിച്ചുകൊണ്ട് പോകണം, അല്ല വെടിവെച്ച് കൊള്ളണം. ഈ 2 കാര്യമില്ലാതെ ഇവരൊന്നും ആരും പറയുന്നിടത്ത് ഈ സാധനം നിൽക്കില്ല. അപ്പോൾ ഇങ്ങനെ ആ 8:30 പാതിരാത്രിയിലൊക്കെ ഇങ്ങനെ ഒരു ആന അതിൽ കാട്ടുമൃഗം ഒരാളെ ആക്രമിച്ചാൽ ആ വിവരം നമ്മളൊന്ന് അറിയിച്ചു. എന്നാൽ അറിയിച്ചിട്ട് നമ്മളൊന്ന് അക്കരെ കിടക്കാൻ നോക്കിയാൽ അതിന് മുമ്പ് ആളുടെ കാര്യം പോക്കാം. കാരണം അവനെ രക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ നോക്കിയാൽ അവൻ ഇവിടെ കിടന്ന് മരിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം അവനെ നാട്ടിലോട്ട് കൊണ്ടുപോയി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഫെസിലിറ്റിയിൽ രക്ഷപ്പെടുത്താമെന്ന് യാതൊരു പ്രതീക്ഷയും വയ്ക്കാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടുത്തെ ആളുകൾ പിന്നെ എങ്ങനെ ഈ സ്ത്രീകളൊക്കെ കിടന്നുറങ്ങും എനിക്കറിയാൻ പാടില്ല. നമ്മൾ ഈ മിഷൻ പ്രദേശങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഉള്ളൊരു അവസ്ഥ ആത്മീയമായിട്ട് ഞായറാഴ്ച മാത്രമേ ഇവിടെ കുർബാനയുള്ളൂ, വൈകുന്നേരം വന്ന് ചെല്ലുന്നു. ഈ ഒരു ക്രൈസ്തവ മുഖം 100-നടുത്ത് കുടുംബങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അത് ചുരുങ്ങി 12 കുടുംബങ്ങൾ വരുന്നു. അവർക്ക് ഞായറാഴ്ച മാത്രം കുർബാന കിട്ടുന്നു. ഇവിടുത്തെ ഈ ഒരു പള്ളിയും ഈ വിശ്വാസ സമൂഹവും അവർ ശരിക്കും ഒരു അന്യം നിന്ന് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണോ? തീർച്ചയായിട്ടും. കാരണം ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ ഈ പള്ളി സ്ഥാപിക്കുമ്പോഴൊക്കെ ഇവിടെ കുർബാന അല്ലെങ്കിൽ വിശുദ്ധ കുർബാന ഇവിടെ ബലി അർപ്പിക്കുമ്പോഴൊക്കെ ഇവിടെ ആളുകൾ അന്നേരം ഒരു 80-100 വീട്ടുകാരോളം ഉണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ 12 വീട്ടുകാരുള്ളൂ. ഞാൻ വന്ന പിന്നെ ഇവിടെയുള്ള നമ്മുടെ ഈ ഇടവയിൽ എല്ലാ വീടും കയറി വെഞ്ചിരിച്ചു 12 വീടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ നമ്മുടെ ആത്മസ്ഥിതി അന്നത്തെ കണക്ക് പ്രകാരം ഒരു 60-80 വീട്ടുകാരുടെ കണക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. പക്ഷേ അവരാരും ഇപ്പോൾ ഇവിടെ ഇല്ല.
കാരണം ഇതാണ് കാരണം ഇവിടെ വന്യമൃഗത്തിൻ്റെ ശല്യം രൂക്ഷമായി എന്നതിൻ്റെ പ്രധാന തെളിവാണത്. കാരണം ഇപ്പോൾ ഇവിടെ ഇടയ്ക്ക് പറഞ്ഞു 5 സെൻറ്റ് സ്ഥലം വാങ്ങി, അത് മതി. കാരണം ഇവിടെ സ്ഥലം ഉണ്ടായിട്ടൊന്നും ആളുകൾക്ക് ജീവിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം കൃഷി ചെയ്ത് പറ്റുമായിരുന്നു ഇവർ വന്ന ഇടയ്ക്ക്, ഇപ്പോൾ സാധിക്കത്തില്ല. ഇവരിപ്പോൾ മനസ്സറിഞ്ഞ് ഒരു കൃഷി നടത്തണമെങ്കിൽ ഒരിക്കലും അത് കൃഷി ചെയ്യും. പിറ്റേ ദിവസം ആ കൃഷിയിൽ അവിടെ ആ കൃഷിസ്ഥലം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആളുകൾ ഇപ്പോൾ ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങനെ പോയാൽ, ഈ ഒരു അവസ്ഥയിൽ പോയാൽ വീണ്ടും ഇനിയും ഇവിടെ ഈ ഇടവക 10 വർഷത്തിൽ കൂടുതൽ ഇനി ഉണ്ടാവുമോ, 10 വർഷം ശേഷം ഇനി ഇവിടെയുള്ള ഇവരുടെ ശേഷം ഇനി ആൾക്കാർ ഇവിടെ ഉണ്ടാവുമെന്ന ഒരു സംശയമാണ്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പരിഹാരം സർക്കാർ, ആരാണെങ്കിൽ പോലും, ഏത് ഭരണം ഇവിടെ വന്നാൽ പോലും അതിനൊരു പരിഹാരം സർക്കാർ കണ്ടാൽ മാത്രമാണ് ഇനി ഇവിടെയുള്ള ആളുകൾ ഇനി ഇങ്ങോട്ട് വരണമെങ്കിലും, ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾ ഇവരുടെ മക്കൾ ഇങ്ങോട്ട് തിരിച്ചു വരണമെങ്കിൽ പോലും ഇവിടെ ഇച്ചിരെങ്കിലും വികസനങ്ങൾ ഉണ്ടാവണം. വന്യമൃഗത്തിൻ്റെ ശല്യം കുറയണം. അതുപോലെ തന്നെ നമുക്ക് പോകാനുള്ള സൗകര്യം, പാലം വരണം. അങ്ങനത്തെ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനി ഇവിടെ ആളുകൾ ജീവിക്കാനായിട്ട് പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ മനുഷ്യന് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കാനായിട്ട്, മനുഷ്യൻ്റെ മേന്മയ്ക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, മൃഗങ്ങളുടെ മെച്ചത്തിന് വേണ്ടിയല്ല. മൃഗം വേണ്ടാന്നല്ല പറയുന്നത്. പക്ഷേ ഒന്നാം സ്ഥാനം നമ്മൾ മനുഷ്യർക്ക് കൊടുക്കുക. മനുഷ്യനുണ്ടെങ്കിൽ ഇവയൊക്കെ നിലനിർത്താനായിട്ട് പറ്റത്തുള്ളൂ. മൃഗങ്ങളെ കൊണ്ട് നിലനിർത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ മനുഷ്യന് ഒന്നാം സ്ഥാനം കൊടുത്താൽ അവന് വേണ്ട ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ അവന് വേണ്ട അവൻ്റെ പരിരക്ഷണം നൽകാനായിട്ട് സർക്കാർ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ കേണപേക്ഷിക്കുന്നത്. കോതമംഗലം രൂപതയിലെ സെൻറ്റ് ജൂഡ് ചർച്ച് കല്ലേലിമേടിലെ ഇടവകാംഗങ്ങളുടെ കഷ്ടപ്പാടുകളും വേദനകളാണ് നമ്മളിപ്പോൾ കേട്ടത്. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്ന ദിവസവും ഒന്ന് പറയോ? 2024 മാർച്ച് 17 ഞാനിത് ചോദിച്ചത് ഞാൻ മറന്നു പോയിട്ടൊന്നുമല്ല. അതായത് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കും തോന്നരുത് നമ്മൾ ജീവിക്കുന്നത് 1940-കൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിലാണ് എന്ന് നിങ്ങൾക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം ഇന്ന് കേരളം സമഗ്ര വളർച്ച നേടുന്നു എന്ന് സർക്കാരുകൾ ഇങ്ങനെ കൊട്ടിഘോഷിക്കുമ്പോഴും എറണാകുളം ജില്ലയിൽ കോതമംഗലത്ത് കറണ്ടില്ല, വെള്ളമില്ല, ഗതാഗത സൗകര്യങ്ങളില്ല, റേഞ്ചില്ല, ഇങ്ങനെയൊക്കെ കുറേ ജനങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട് കറണ്ടൊന്നും ഇല്ലാണ്ട് ഒരുപാട്. ഇപ്പോൾ ആ ഒരു ജീവിതകാലം 10-100 വർഷമായിട്ട് അവരിവിടെ ജീവിക്കുന്നുണ്ട്. ഇപ്പോഴും ഇതൊന്നും ഇവിടെ എത്തി നോക്കിയിട്ടില്ല എന്നത് വളരെ ദുഃഖകരം. സർക്കാരിനെ സംബന്ധിച്ചോളം ഇവിടുത്തെ വനംവകുപ്പ് ആയാലും ഇലക്ട്രിസിറ്റി ബോർഡൊക്കെ ആയാലും അവരുടെ അനാസ്ഥ എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ഈ ജനങ്ങളോട്, പാവപ്പെട്ട ജനങ്ങളോട് കാണിക്കുന്ന ധിക്കാരം എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് കൃത്യമായി പറയാം. ഇതിൻ്റെ കൂടെയാണ് ഇപ്പോൾ മറ്റൊരു വിഷയം. അതായത് ഇവർ ഇത്ര നാൾ ജീവിച്ച് ഇവരുടെ കഷ്ടപ്പാടും ഇവരുടെ ആരോഗ്യം, ഇവരുടെ സ്വത്തൊക്കെ സമ്പാദിക്കുന്നത് കൃഷിയിലൂടെയാണ്. ആ കൃഷി ഇപ്പോൾ വന്യമൃഗങ്ങൾ ആക്രമിച്ച് അത് നശിപ്പിക്കുന്നു. ഒരു തരത്തിലും ജീവിക്കാനും പറ്റുന്നില്ല. ഇപ്പോൾ ഇവരുടെ ജീവന് വരെ ഭീഷണിയായിരിക്കുന്ന ഈ അവസ്ഥയിലാണ് ഗുഡ്നസ് ന്യൂസിലൂടെ ഈ ഒരു നാടിൻ്റെ കല്ലേലിമേട്, കോതമംഗലം അടുത്തുള്ള പൂയംകുട്ടി അടുത്തുള്ള കല്ലേലിമേട് എന്ന് പറയുന്ന ഈ ഒരു നാടിൻ്റെ അവസ്ഥ ഗുഡ്നസ് ന്യൂസിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങൾ ഇത് കാണണം, സർക്കാർ ഇത് കാണണം, കണ്ണു തുറക്കണം. ഈ ഒരു ജനങ്ങളുടെ വേദനയിലേക്ക്, ഈ ഒരു കഷ്ടപ്പാടിലേക്ക് അവരുടെ കണ്ണു തുറക്കണം, ഇവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കല്ലേലിമേട്ടിലെ പള്ളിയും അവിടുത്തെ ദേവാലയത്തിലെ ആളുകളെയും അവിടുത്തെ കർഷകരുടെയൊക്കെ വിഷമം കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കുഞ്ചിപ്പാറ എന്ന് പറയുന്നത് കല്ലേലിമേടിന് അടുത്തുള്ള ആദിവാസി ഊരാണ്. ഇവിടെ ഉള്ളവരും നമ്മൾ അവിടെ കേട്ട പോലെ സമാനമായ ബുദ്ധിമുട്ടുകളും വേദനകളൊക്കെ അനുഭവിക്കുന്നുണ്ടല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഊരിൻ്റെ, ഈ ഒരു കുടിയുടെ കാണിക്കാർ അല്ലി എന്ന് പറയുന്ന ചേട്ടനെ നമുക്ക്
കാണാം. അദ്ദേഹത്തോട് നമുക്ക് ഈ ഒരു ഊരിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അവർ ഇവിടെ അനുഭവിക്കുന്നത് എന്നൊക്കെ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം, സ്വാഗതം. ഈ ഒരു കുടിയുടെ കാണിക്കാരാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് അറിയില്ല എന്താണ് കാണിക്കാരെന്നുള്ളത്, ഒന്ന് വിശദീകരിക്കാമോ? കാണിക്കാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോർഷാരും ഞങ്ങൾ ആദിവാസി സമുദായത്തിലെ മുതിർന്ന സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഞാൻ. അതുപോലെ ഈ ഊരിലുള്ള എല്ലാ ആളുകളും മുതിർന്ന സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ നമ്മൾ പോർഷാരായിട്ട് ഇങ്ങനെ കാണിക്കാരെന്ന് പറഞ്ഞാൽ ഒരു ആളെ തിരഞ്ഞെടുക്കും. പോർഷാരും ഊരിലുള്ള ആളുകളും എല്ലാവരും കൂടി സമത്വമായിട്ട് നല്ലൊരു ആളെ നോക്കി ഈ ഇലക്ഷൻ പോലെ തിരഞ്ഞെടുക്കും. അങ്ങനെയാണ് കാണിക്കാരെന്ന പേര് വിളിക്കണേ. എന്താണ് കാണിക്കാരൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ്? നമ്മുടെ ചുമതല എന്ന് വെച്ചാൽ കുടിയിൽ ഒരു പോർഷ് കേസ് വന്നാലും നമ്മൾ പോർഷന്മാരെ ബന്ധപ്പെടും. ഈ നമ്മുടെ പോർഷ ഒക്കെ ആയിട്ട്. അതുപോലെ പോലീസ് കേസോ നമ്മൾ കുടികളിൽ ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ പോലീസുമായിട്ട് ബന്ധപ്പെടും. അപ്പോൾ അവരുമായിട്ട് നമ്മൾ പറഞ്ഞ സാറേ ഇങ്ങനെ നമ്മൾക്ക് വേണ്ടപ്പെട്ട ആളാണ്, അങ്ങനെ ഒരു തെറ്റ് ചെയ്യാത്തൊരാളാണ് എന്ന് പറഞ്ഞാൽ അവർ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് പിന്നെ വിടും അയാളെ. ചുരുക്കത്തിൽ ഈ ഒരു കുടിയുമായി ഇപ്പോൾ എത്ര പേരുണ്ട് ഈ കുടിയിൽ താമസിക്കുന്നുണ്ട്? എത്ര കുടുംബം? 100 ചില്ലാനും വീട്ടുകാരുണ്ട്. ഈ 100 ചില്ലാനും വീട്ടുകാരുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ട ഒരു വ്യക്തി, ഉത്തരവാദിത്തപ്പെട്ട ആളാണ് നമ്മൾ. ഇപ്പോൾ ഈ കല്ലേലിമേട് എന്ന് പറയുന്ന സ്ഥലത്ത് കയറി അവിടെ നിന്ന് വന്നതാണ് ഞങ്ങൾ. പൂയംകുട്ടി മേഖലയിലൊക്കെ ഈ വന്യമൃഗ ആക്രമണം ഒരുപാട് രൂക്ഷമാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഞങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ നമ്മൾ പൊതുജനത്തെ, സമൂഹത്തെ, സർക്കാരിനെയൊക്കെ നമ്മൾ ഈ ഒരു വിഷയം നമ്മൾ സർക്കാരിന് മുന്നിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ഒരു കുടിയായിട്ട്. അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ഇപ്പോൾ കാണിക്കാരെന്ന നിലയ്ക്ക് ഇവിടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത് ചേട്ടനാണ്. അപ്പം നിങ്ങൾ കൃഷിയായിട്ടാണ് കൂടുതൽ പോകുന്നത്. എങ്ങനെയാണ് ഈ വന്യമൃഗ ആക്രമണമൊക്കെ എങ്ങനെയാണ്? അത് ആക്രമണം എന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു കൃഷിയും തന്നെ നമുക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അത് നല്ല രീതിയിൽ ഉൾപ്പെടുത്താൻ നമ്മൾ കഴിയുന്നില്ല. ആന, അത് കഴിഞ്ഞാൽ മ്ലാവ്, അതുപോലെ തന്നെ ഇപ്പോൾ കാട്ടുപോത്ത്, ഇങ്ങനെ നമുക്ക് ഇവിടെ ഭയങ്കര ശല്യമായിട്ട് വന്നേക്കാണ്. ചുറ്റും കാട്ടുമൃഗങ്ങൾ വരുവാണ്. വേറൊന്നുമില്ലാതെ ഒരു തടസ്സമില്ലാതെ നമ്മുടെ കൃഷിഭൂമിയിലേക്ക് കയറി വരുവും. അതുപോലെ നമ്മളിതുവരെ ഉപദ്രവം ഉണ്ടായിട്ടില്ല, എന്നാലും നമ്മൾ ഉപദ്രവിക്കാൻ അടുത്ത് വരുന്ന ഓടി നമ്മൾ കാട് ആയിട്ട് പരിചയമുള്ളതുകൊണ്ട് ഓടി രക്ഷപ്പെടുന്നുണ്ട് ആ കാടുമായിട്ട്. എപ്പോഴും ആന വരും. ഇല്ല, മിക്ക സമയത്തും നമ്മൾ താഴെ വരുന്നത് മിക്ക ദിവസമുണ്ട് ആന. പടക്കം പൊട്ടിച്ച് ഓടിക്കും, ഒച്ചയിടും. അങ്ങനെയാണ് നമ്മളിവിടെ അതിജീവിച്ച് പോകുന്നത്. ഇതൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല, മനുഷ്യനുമായിട്ട് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഈ ഇപ്പം നിങ്ങളിപ്പോൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ആന ആക്രമണം കാര്യങ്ങൾ വരുമ്പോൾ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, വനംവകുപ്പ് നിങ്ങൾ ഒരുപാട് സഹായിക്കേണ്ടവരാണ്. അവർ ഈ ഒരു വിഷയത്തിൽ സഹായിക്കുന്നില്ലേ? സഹായിക്കുന്നുണ്ട്. പോർഷാർ സഹായമുണ്ട് നമുക്ക്. ഏതൊക്കെ തരത്തിലാണ് അവർ ചെയ്യുന്നത്? അവർ മറ്റേ നമുക്ക് ഇപ്പോൾ ഫണ്ടും കാര്യങ്ങളൊക്കെ സഹായിക്കുന്നുണ്ട്. പോർഷൻ്റെ ഭാഗത്തുനിന്ന് നഷ്ടപരിഹാരം കിട്ടുന്നുണ്ട്. പോർഷൻ്റെ കിട്ടുന്നുണ്ട്. ഈ വന്യമൃഗ ആക്രമണം ഇത് ഇപ്പോൾ നിങ്ങൾ എത്ര വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നു? വർഷങ്ങളായിട്ട് നമ്മൾ പൂർവ്വന്മാരായിട്ട് വനമായിട്ട് തന്നെ താമസിക്കുന്ന ആളാണ്. ജീവിക്കുന്നവരാണ്. അന്നത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വന്യമൃഗ ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ കാരണം എന്താ? ഇപ്പോൾ കാട്ടിൽ ചെന്ന് അവർക്ക് തീറ്റ കുറവാണ്. ഇപ്പോൾ നാട്ടിലിറങ്ങി കഴിഞ്ഞാൽ വാഴ, അടയ്ക്ക, തെങ്ങ് ഇങ്ങനെയുള്ള നമ്മൾ കൃഷി ചെയ്യുന്ന കൃഷിയാണ് അവർ ആശ്രയിച്ച് വരുന്നത്. കാട്ടിൽ പോയ കാര്യമായിട്ട് തീറ്റകളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ആളുകൾ താമസിക്കുന്ന അടുത്തേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ട തീറ്റകളുണ്ട്. അതാണ് നമ്മൾ അടുത്തേക്ക് ഏറ്റവും ആന അടക്കുന്നത്. ഇതിന് നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? ഇതിന് നമ്മൾ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് റെഞ്ച് താത്താൻ അങ്ങനെ ഇവിടെ പറ്റില്ല. അവർ പെൻഷൻ കിട്ടി തരുവാണെങ്കിൽ നമുക്കൊരു പരിധി വരെ അതിൽ നിന്ന് അതിജീവിക്കാം. പെൻഷൻ കിട്ടി തരുവാണെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്. ഏതാണ് ഈ ഫെൻസിങ് ചെയ്യുന്നത്? പലപ്പോഴും ഞങ്ങളിപ്പോൾ പല മേഖലയിൽ ഇപ്പോൾ ഈ പൂയംകുട്ടിയാലും കോതമംഗലം ഫെൻസിങ് എല്ലായിടത്തും ഉണ്ടെങ്കിൽ ഫെൻസിങ് വളരെ ഈസി ആയിട്ട് വിദഗ്ധമായിട്ട് ആന തകർത്താണ് ഇത് കയറുന്നതെന്ന് പറയുന്നത്. ആന കയറുന്നുണ്ട്, പല സ്ഥലത്തും കയറി നമ്മൾ ടി വിയിൽ ഇങ്ങനെ കാണാറുണ്ട്. എങ്കിലും നമുക്കൊരു പരിധി വരെ നിയന്ത്രിക്കാം. മറ്റുള്ള ജീവികളൊക്കെ നമുക്ക് നിയന്ത്രിക്കാം. പോത്ത്, അതുപോലെ മ്ലാവ്, ഇതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ഉപദ്രവിക്കുകയാണ്. മ്ലാവൊക്കെന്ന് പറഞ്ഞാൽ നമ്മൾ മുറുക്ക് നട്ടെ ആ മുറുക്കിനെ കിളുക്കുമ്പോഴത്തേക്കും കൂമ്പ് കടിച്ചതിനും അല്ലെങ്കിൽ ഒരുമിക്കളയും. അതുകൊണ്ട് മറ്റൊരു കൃഷി ചെയ്യാൻ പറ്റില്ല. അതുപോലെ നമ്മൾ കൊക്ക വെച്ച് കഴിഞ്ഞാൽ കൊക്ക എല്ലാം കടിച്ച് പറിച്ച് തിന്നുവാണ്. കൊക്ക കൃഷി വരെ നമ്മൾ ചെയ്യാൻ സമ്മതിക്കുന്നില്ല മ്ലാവ്. ഞാനിപ്പോൾ ചിന്തിക്കുന്ന വെച്ചാൽ നിങ്ങൾ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കാടായിട്ട് ബന്ധപ്പെട്ട് അതുമായി ഒരുമിച്ച് ജീവിച്ചു പോകുന്നവരാണ് നിങ്ങൾ. അന്നെല്ലാം നിങ്ങൾ വളരെ കാര്യങ്ങളായിട്ട് ഇതിലും ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ പോലും വർഷങ്ങൾക്ക് മുമ്പ് പോലും ഈ ഒരു വന്യമൃഗ ആക്രമണം ഇത്രത്തോളം രൂക്ഷമായിട്ടില്ല. ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ, ഈ വളരെ ആധുനികമായ ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ നാട്ടിൽ ഇതിപ്പോൾ ഞങ്ങൾ വന്ന ഒരു കുടിയെന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാവിധ സൗകര്യങ്ങളും ബിൽഡിങ്സും എല്ലാം ഉണ്ട്. ഒരു നാട് പോലെ തന്നെ ഇത് മാറിയിരിക്കുകയാണ്. എന്നിട്ടും ഇത്രമാത്രം രൂക്ഷമാകുമ്പോൾ കാട്ടിൽ മൃഗങ്ങൾ പെരുകിയതായിട്ട് ഫീൽ ചെയ്യുന്നു. കണ്ടമാനമായിട്ട് പെരുകിയിട്ടുണ്ട്. മ്ലാവാണെങ്കിലും അതുപോലെ കാട്ടാനയാണെങ്കിലും ഈ കാട്ടുപന്നിയാണെങ്കിലും അതുപോലെ കാട്ടുപോത്താണെങ്കിലും ഭയങ്കരമായിട്ട് എവിടെ നോക്കിയാലും ഇവിടെ ആനയും
അതുപോലെ കാട്ടും. ഇപ്പം നമ്മൾ ഇവിടെ തൊട്ടടുത്തൊരു നമ്മുടെ അടിച്ചതിരി പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സന്ധ്യയാകുമ്പോൾ 4 മണിയാകുമ്പോൾ ആനയുടെ കാർച്ച കൊണ്ട് നമ്മൾ പേടിച്ചൊരു അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല. അതുപോലെ മ്ലാവ്, കാർച്ച, ഒച്ചയം, അതുപോലെ കാട്ടുപോത്ത്, അതുപോലെ കാട്ടുപന്നി ഭയങ്കരമായിട്ട് പെരുകിയിരിക്കുകയാണ് വനത്തിനുള്ളിൽ. ഒന്നും നമുക്ക് കാട്ടിക്കയറി ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുപോലെ പെരുകിയേക്കാണ് കാട്ടുമൃഗങ്ങൾ ഞങ്ങളുടെ ഈ ഭാഗത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ കർഷകർക്കായാലും നിങ്ങൾക്കൊക്കെ ആയാലും ഈ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ഒരു നിയമം കൊണ്ടുവരേണ്ടത് അത്യാവശ്യ ഘട്ടമല്ല ഈ ഒരു കാലം? ഘട്ടമാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായിട്ടുണ്ടാകുന്ന ഒരു നിയമം, അതിൽ കർശനമായിട്ടുണ്ടാകുന്ന ഒരു നിയമം വന്നെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് അതിജീവിക്കാൻ പറ്റുള്ളൂ വനത്തിനുള്ളിൽ ഞങ്ങളുടെ സമുദായത്തിന്. ഞങ്ങൾക്കല്ല, എല്ലാവർക്കും. നിങ്ങളപ്പോൾ പോകുന്ന പുഴയ്ക്ക് പാലമില്ലാത്തതുകൊണ്ട് നമുക്കിവിടെ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. മഴക്കാലം ബന്ധം ഞങ്ങൾ ഒറ്റപ്പെട്ടു പോവുകയാണ്. ആ പാലമില്ലാത്തതുകൊണ്ട് അവിടെയുള്ള ആളുകൾ അവിടെ, ഇവിടെയുള്ള ആളുകൾ ഇവിടെ. അങ്ങനെ നമ്മൾ നിരവധി ദിവസം പ്രസവം നടന്നു. അതുപോലെ ഹോസ്പിറ്റലിൽ പോകാതെ മരണം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളുണ്ട് അമലാവനപ്പുഴയ്ക്ക് ഒരു പാലമില്ലാത്തതുകൊണ്ട്. അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇന്നുണ്ടായി ഹൈക്കോടതി വിധി വന്നിട്ട് പോലും നമുക്ക് ഇതുവരെ ഒരു നടപടി വന്നിട്ടില്ല. അപ്പോൾ ഇനിയായാലും നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായിട്ട് അതിനൊരു പാലത്തിനുള്ള നടപടി ഉണ്ടാവണമെന്നാണ് നമ്മൾ താഴ്മയായി അപേക്ഷിക്കുന്നത്. പിന്നെ ഏതൊക്കെ തരം കൃഷിയാണ് ഇവിടെ ഞങ്ങൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന നെല്ല്, അതുപോലെ ചോളം, പിന്നെ ഈ രാഗി, ഇങ്ങനെ ഒക്കെ കൃഷിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കപ്പ, ഇതൊക്കെ ചേമ്പ്, വാഴ, ഇതൊക്കെ കൃഷി ചെയ്തു. ഇപ്പം നമുക്ക് പന്നിയും മ്ലാവും ആയതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത, വീട്ടുമുറ്റത്ത് ഒരു ചേമ്പ് വരെ നടാൻ പറ്റാത്ത സാഹചര്യമാണ് പന്നിശല്യം. മുറ്റത്ത് വരെ വരും. നമ്മുടെ ഈ തൊട്ട് മുറ്റത്ത് വരെ വരും മ്ലാവൊക്കെ. ഒന്നും ചെയ്യാൻ നമ്മൾ സമ്മതിക്കില്ല. അതുപോലെ കാട്ടുമൃഗങ്ങളുടെ ശല്യങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ജീവിക്കാനായിട്ട് എന്ത് ചെയ്യും അങ്ങനെ? ഇനിയിപ്പോൾ നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഒരു റേഷൻ അരിയാണ് ആശ്രയം. വേറെ ഒരു ഇതുമില്ല നമുക്ക്. ആ അരിയും കൊണ്ട് മാത്രം ജീവിച്ചു പോവുകയാണ് ഇപ്പോൾ ഞങ്ങളുടെ സമുദായം മൊത്തത്തിൽ. എല്ലാ ഊരിലെ ആളുകളും ഇവിടെ തന്നെയല്ല, ഈ ഞങ്ങളുടെ 6-ാം വാർഡിലെ 4 കോളനിയുണ്ട്. ഈ 4 കോളനിക്കാരും അതുകൊണ്ട് തന്നെയാണ് ജീവിച്ചു പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പൊക്കെ വന്നു, തെരഞ്ഞെടുപ്പ് സമയമാണ് നമുക്ക്. രാഷ്ട്രീയ പാർട്ടി മറ്റേ സ്ഥാനാർത്ഥികളൊക്കെ വരുന്നുണ്ട്. അവരൊക്കെ ഈ ഒരു വിഷയം നിങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. നമ്മൾ ജയിച്ചു പോകുമ്പോൾ പിന്നെ അവർ രാഷ്ട്രീയക്കാരൊന്നും പിന്നെ അങ്ങനെ ആ പ്രശ്നമായിട്ട് വരുന്നില്ല. അതെല്ലാ രാഷ്ട്രീയക്കാരും ശരിയാണ്. ഒരു രാഷ്ട്രീയക്കാരെന്നില്ല, പല രാഷ്ട്രീയക്കാരുണ്ട്. എല്ലാ രാഷ്ട്രീയക്കാരും ശരിയാണ്. വോട്ട് തേടുമ്പോൾ മാത്രം ഈ ഒരു വിഷയം കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കുന്നില്ല. എല്ലാവരും വരും. രാഷ്ട്രീയക്കാരെല്ലാം സ്ഥാനാർത്ഥിമാരെല്ലാവരും വരും. എനിക്ക് തോന്നുന്നു പാലത്തിൻ്റെ കാര്യം ഇവിടുന്ന് പോയൻകുട്ടിയിൽ നിന്ന് തന്നെ അവിടെ കടത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റുള്ളൂ. അവിടെ പാലം സാങ്ഷനായി കിടക്കാണ്. സർക്കാരിൻ്റെ കയ്യിൽ പണം ഇല്ലാത്തതുകൊണ്ട് പാലം പണിയുന്നില്ല എന്നാണ്. ഇവിടെയും ഒരു പാലം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം അടഞ്ഞു പോകുന്ന അവസ്ഥയാണല്ലേ? ഇതെല്ലാം നമുക്ക് അടഞ്ഞു പോകുന്നത്. അതുപോലെ നമുക്ക് വാര്യം കോളനി ഇവിടുന്ന് പോയ 7 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ അവിടെ നമുക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ട്, വഴി ഇല്ല. അതും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വഴി വേണം. അതുപോലെ തേര കോളനി, അതൊക്കെ അവിടെയും വഴി നമുക്കില്ല, പൂർണ്ണമായിട്ടില്ല. ഇപ്പം നമുക്ക് 4 കോളനി എത്തിക്കാനാലും പെട്ടെന്നൊരു ആവശ്യം വന്നാൽ എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഈ കോളനി തമ്മിലായാലും. അത് നമ്മൾ ഹോസ്പിറ്റലിൽ ചേരാനും ഭയങ്കര ബുദ്ധിമുട്ടുള്ള മേഖലയാണ്. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ സർക്കാരിന് ഫണ്ടില്ല എന്നൊക്കെയാണ് സർക്കാർ പറയുന്നത്. ആശുപത്രിക്ക് എത്ര നേരം പിടിക്കും? അയ്യോ, ഒത്തിരി സമയം എടുക്കും. ഇവിടുന്ന് വഴി വളരെ മോശമാണ്. ഇവിടുന്ന് മഴക്കാലം പിടിച്ചാൽ ഞാൻ പറഞ്ഞില്ല, പാലമില്ലാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. ഇല്ലെങ്കിൽ കടവ് കടന്നേ പോകണം, ജീപ്പിനാണ് പോകുന്നത്. ആ കടന്ന് പോകണം അക്കരക്കാരനെങ്കിൽ. അപ്പോൾ എല്ലാ സമയത്തും വേനൽക്കാലെങ്കിലൊക്കെ കടന്നു പോകാം. മഴക്കാലം പിടിച്ചാൽ കടന്നു പോകാൻ ബുദ്ധിമുട്ടാണ് നമുക്ക്.